ഹലോ എവ്രി വൺ. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവർക്കും ഓഫറിംഗ് ലെറ്റർ ഒക്കെ കിട്ടിയോ? അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ? ആരും പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അറിയാമല്ലോ, ജൂലൈ 15 വരെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഡെഡ് ലൈൻ ഉണ്ട്. ഏകദേശം അടുത്തു അല്ലേ? ഈ ആഴ്ചയാണ് നമുക്ക് ഡെഡ് ലൈൻ. സോ അപ്ലിക്കേഷൻ എല്ലാവരും ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഡിലേ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15-ാം തീയതി വരെയും അപേക്ഷിക്കാൻ ടൈം ഉണ്ട്. പക്ഷെ പെട്ടെന്ന് അപേക്ഷിച്ചാൽ നമ്മൾ ഡെഡ് ലൈനിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നമുക്ക് ചിലവർക്ക് ഓഫറിംഗ് ലെറ്റർ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാകും, ചിലർ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആയിരിക്കാം. സോ നിങ്ങൾ ആരും പേടിക്കേണ്ട. ചിലവർക്കൊക്കെ ഡിലേ ആകും വരാനായിട്ടൊക്കെ. ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിലും ഡിലേ ആയിട്ടാണ് ഓഫറിംഗ് ലെറ്റർ വന്നത്. സോ അതിനൊക്കെ ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കാം. പക്ഷെ നിങ്ങൾ കുറച്ച് ക്ഷമിച്ചെങ്ങനെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓഫറിംഗ് ലെറ്ററൊക്കെ വരും. സോ ഓഫറിംഗ് ലെറ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് പ്രോസസ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ? സോ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓഫറിങ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ, ചിലപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റി അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഓഫറിങ് വരുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. സോ നിങ്ങൾ എപ്പോഴും നോക്കാം, യൂണിവേഴ്സിറ്റിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ ഓഫറിംഗ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈൻ നിങ്ങൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ആ ഡെഡ് ലൈനിന് മുന്നേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. സോ ആ ഡെഡ് ലൈനിന് മുന്നേ നിങ്ങളിങ്ങനെ നോക്കുക, വേറെ ഏതെങ്കിലും ഓഫറിംഗ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. സോ പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കാം. ഡെഡ് ലൈന് കഴിയുന്നേക്ക് മുന്നേ തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ പറ്റിയില്ല, വേറൊരു ഓഫറിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ടായാലും നിങ്ങൾക്ക് കോഴ്സ് മാറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണ്, നിങ്ങളുടെ ഓഫറിംഗ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കാം. മെയിൽ അയക്കാനുണ്ടാകും. ചിലപ്പോൾ എൻറോൾമെൻറ്റ് ഫീസ് അടക്കാൻ പറയും, എന്ന് വെച്ചാൽ സെമിസ്റ്റർ ഫീസ് അടക്കാൻ പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെമിസ്റ്റർ ഫീസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അത് വലിയ എമൗണ്ട് ഒന്നും ആയിരിക്കത്തില്ല. 300 euro ആയിരിക്കും. ചില യൂണിവേഴ്സിറ്റീസ് 100 ആയിരിക്കാം, ചിലപ്പോൾ 200 ആയിരിക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ യൂണിവേഴ്സിറ്റി അനുസരിച്ചിട്ടായിരിക്കും. പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലാണ് ഈ ചെറിയ ട്യൂഷൻ ഫീസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, ഫീസ് ഉണ്ടാകും നിങ്ങൾക്ക് എന്തായാലും. ഇനി അടുത്തത് സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്, നമ്മൾ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കണം. എന്താണ് ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നറിയോ നിങ്ങൾക്ക്? നമ്മൾ ജർമ്മനിയിൽ നമുക്ക് താമസിക്കണം എന്നുണ്ടെങ്കിൽ 1 ഇയറിൻ്റെ ഒരു എമൗണ്ട്, 1 ഇയർ നമുക്ക് താമസിക്കാനുള്ള ഒരു ഫീ അല്ലെങ്കിൽ ഒരു എമൗണ്ട്, നമുക്കിവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീ ആണ്. അത് നമ്മൾ നമ്മുടെ ബ്ലോക്ക്ഡ് എമൗണ്ടിൽ കാണിക്കണം. അതൊരിക്കലും നമ്മൾ ഇവിടെ ആർക്കും യൂണിവേഴ്സിറ്റിയിൽ ഒന്നും കൊടുക്കുന്നതല്ല. അത് നമ്മുടെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്, നമ്മുടെ പേരിൽ തന്നെ ഇടുന്ന ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് ആണ്. അതല്ലാണ്ട് വേറൊരു സൈഡായിട്ട് വേറെ ആർക്കും ഈ പൈസ പോകുന്നില്ല. നമ്മുടെ അക്കൗണ്ടിൽ തന്നെ പൈസ ഇടുന്നു. എല്ലാ മാസവും ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് നമുക്കത് യൂസ് ചെയ്യാം. റെൻ്റ് അടക്കാനും ഹെൽത്ത് ഇൻഷുറൻസിനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളൊരു എമൗണ്ട് ആണ്. സോ ഇവിടുത്തെ ജീവിത ചെലവ്, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എമൗണ്ട് ആണ് ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ അത് 1 ഇയർ നമുക്കിവിടെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിക്കണം നിർബന്ധമായിട്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷനും കാര്യങ്ങളെല്ലാവരും വരും. ഇപ്പോൾ ജർമ്മനിയിൽ ഓൾറെഡി നിൽക്കുന്ന സ്റ്റുഡൻസിന് പോലും വിസ എക്സ്റ്റൻഷന് വേണ്ടി പോലും ചിലപ്പോൾ ബ്ലോക്ക്ഡ് എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വർഷം താമസിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് എങ്കിലും നമുക്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരും. സോ നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യാം? സോ ഒരുപാട് ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഉണ്ട്, കൊറാക്കിൾ, ഫിൻഡിബ. സോ ഇവരെയെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്കാമും കാര്യങ്ങളെല്ലാം നിലവിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു ട്രാപ്പിലൊന്നും വീഴാണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ഒന്ന് അഷ്യൂർ ചെയ്യുക, അത് ഫേമസ് ആണോ, ട്രസ്റ്റഡ് പ്രൊവൈഡർ ആണോ, കൂടുതൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ട്രസ്റ്റഡ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അവർ നിങ്ങൾക്ക് സമീപിച്ചിട്ട് അവർ വഴിയിട്ട് നിങ്ങൾ ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യാം. സോ ഞാൻ കൊറാക്കിൾ ത്രൂ ആണ് ചെയ്തത്. നിങ്ങൾ കൊറാക്കിൾ ത്രൂ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഫിൻഡിബ അതുപോലെ വേറെ ഏതെങ്കിലും ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന നല്ലൊരു കമ്പനി വഴിയിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. സ്റ്റുഡൻസും കൊറാക്കിൾ, എക്സ്പാട്രിയോ, ഫിൻഡിബ ഇത് ത്രൂ ആണ് ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാങ്കിൽ ഇവിടുത്തെ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. സോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐബാനും
പേഴ്സണൽ ആയിട്ടുള്ളൊരു BIC കോഡും ഉണ്ടാകും. സോ ഈ കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അവർ. ഈ കോഡ് നിങ്ങൾ ബാങ്ക് ത്രൂ എങ്ങനെയാണ് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ SBI ത്രൂ ആണ് ചെയ്തത്, നിങ്ങൾ വേറെ ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ചിട്ടായാലും അത് വഴിയിട്ട് അവരോട് ചോദിക്കുക, ഇതുപോലെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിക്കുക. അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ SBI ത്രൂ ആണ് ഡയറക്റ്റ് SBI പോയി, അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് അങ്ങനെ പൈസ അങ്ങനെ ഹാൻഡിൽ ചെയ്യാണ്, പൈസ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത് എൻ്റെ അക്കൗണ്ടിൽ. ലൈക്ക് നമ്മുടെ അക്കൗണ്ട് ആയിരിക്കും ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ജർമ്മനിയിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണം. ലൈക്ക് അഡ്രസ്സ് ചിലപ്പോൾ വേണമെങ്കിൽ കറണ്ട് അഡ്രസ്സ് നിങ്ങൾക്ക് ഡോം ഒന്നും ഇവിടെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ IBAN അവർ തന്നേക്കുന്ന നിങ്ങളുടെ ജർമ്മനിയിൽ ഉള്ള ബാങ്കിൻ്റെ അക്കൗണ്ടിൻ്റെ IBAN നമ്പറും BIC കോഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്ന്, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നായാലും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്യുക. എത്രയാണ് ബ്ലോക്ക്ഡ് എമൗണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് അറിയുമോ? സോ കറൻറ്റ്ലി 2025 റിപ്പോർട്ട് പ്രകാരം നമുക്ക് 11,908 യൂറോ ആണ് നമ്മൾ കാണിക്കേണ്ടത്. ലൈക്ക് അപ്രോക്സിമേറ്റ്ലി മന്ത്ലി ഒരു 992 യൂറോ നമുക്ക് ഒരു മാസത്തെ ചിലവ് വേണ്ടി വരും എന്നുള്ളൊരു കണക്കിനനുസരിച്ചിട്ടാണ് ഈ ഒരു എമൗണ്ട് വന്നേക്കുന്നത്. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ, യൂറോ ടു INR റേറ്റ് എന്ന് പറയുന്നത് ഹൈ പീക്കിലാണ് നടക്കുന്നത്. സോ ഇവിടെ നിന്ന് നാട്ടിൽ കഴിക്കാനായിട്ട് നമുക്ക് ലാഭമാണ്, പക്ഷേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് അയക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടുതലായിരിക്കും. കാരണം ഒരു യൂറോ എന്ന് പറയുന്ന ഒരു 100 രൂപക്ക് അടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ കുറച്ച് എക്സ്പെൻസ് ഇപ്പം ഞാൻ വന്നതിനേക്കാട്ടും കൂടിയിട്ടുണ്ട് നല്ലത്. ഞാൻ വന്ന ടൈമിലൊരു 82, നമ്മുടെ നാട്ടിലൊരു 82 ആയിരുന്നു ഒരു യൂറോ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ലൈക്ക് 20 യൂറോൻ്റെ സംതിങ് ആയിട്ടോളം അങ്ങ് കയറിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ റിജക്ഷനും കാര്യങ്ങളെല്ലാനും വരാം. കാരണം ലൈക്ക് ബ്ലോക്ക്ഡ് എമൗണ്ട് കാണിച്ചിട്ട് വേണം നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. നിങ്ങൾ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാലും വരുന്നതിന് മുന്നേ ആയാലും ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ സെറ്റ് ചെയ്യണം. സോ ഹെൽത്ത് ഇൻഷുറൻസ് TK, ബാർമർ അങ്ങനെ ഒരുപാട് ട്രസ്റ്റഡ് കമ്പനീസ് ഉണ്ട്. സോ അതുവഴിയിട്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും സെറ്റ് ചെയ്യാം. ലൈക്ക് അതും നിങ്ങൾ വിസയുടെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സെറ്റ് ചെയ്തിട്ടുള്ള പേപ്പറുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പേപ്പർ, ബാർമർ, TK അങ്ങനെ ഒരുപാട് ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. സോ ആ ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. സോ ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യുക, ഹെൽത്ത് ഇൻഷുറൻസ് സെറ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വിസയുടെ കാര്യത്തിന് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യാം. സോ VFSൻ്റെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാകും അവർ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ് അവർ ഓൾറെഡി VFSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ വെബ്സൈറ്റിനകത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ചെക്ക് ലിസ്റ്റിനകത്ത് ഉള്ള ആ എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ മാത്രം ആ ഡോക്യുമെൻറ്റ്സ് എല്ലാവരും ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ വിസ ഓഫീസ് പോകാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഓഫറിംഗ് ലെറ്റർ വേണം, നമ്മൾ ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്ത പേപ്പർ വേണം, ഹെൽത്ത് ഇൻഷുറൻസ് കാണിക്കണം, പിന്നെ നമ്മുടെ പാസ്പോർട്ട്, ഇതെല്ലാമാണ് നമ്മൾ VFSൽ. അതിൽ കൂടുതൽ പേപ്പേഴ്സ് ഉണ്ടാവും, വിസ ഫോമും കാര്യങ്ങളും. അതിനകത്ത് ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ചെക്ക് ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പ് വരുത്താം നിങ്ങൾ. പിന്നെ എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, ചിലവർക്ക് അറിയാത്തൊരു കാര്യവുമാണ് അക്കോമഡേഷൻ. എല്ലാവരും അക്കോമഡേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാകും, അക്കോമഡേഷന് വേണ്ടിയിട്ട് എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാകും. പക്ഷേ അക്കോമഡേഷൻ കിട്ടാനായിട്ട് ചിലവർക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം. കാരണം അറിയാലോ, കഴിഞ്ഞ വിൻ്റർ ഇൻടേക്കിലും ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നത്. ഈ വിൻ്റർ ഇൻടേക്കിലും ഒരുപാട് സ്റ്റുഡൻസ് ഇനിയും വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ലൈക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ്. പക്ഷേ അക്കോമഡേഷൻ കിട്ടാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലാസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്ന എല്ലാവർക്കും സ്റ്റുഡൻറ് ഡോം തന്നെയാണ്. കാരണം സ്റ്റുഡൻറ് ഡോമിലാണ് നിങ്ങൾ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീസ് കുറവായിരിക്കാം, ലൈക്ക് നിങ്ങൾക്ക് ഡോമിലെ ഫീ കുറവായിരിക്കാം. മറ്റു പ്രൈവറ്റ് ഡോമിലോട്ട് പോകുമ്പോഴും ചിലപ്പോൾ എക്സ്പെൻസ് കൂടി വരും. സോ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നതാണ് സ്റ്റുഡൻറ് ഡോം. സ്റ്റുഡൻറ് ഡോം നിങ്ങൾ എപ്പോഴും നിങ്ങൾ താമസിക്കുന്ന പ്ലേസ് ഏതാണോ സോ അത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, സ്റ്റുഡൻറ് ആൻഡ് വർക്ക് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സ്റ്റുഡൻറ് ആൻഡ് വർക്ക്, ഇപ്പം ഞാൻ താമസിക്കുന്ന സിറ്റി ഡ്രസ്റ്റ്
ഡ്രസ്റ്റൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റുഡൻറ്റ് ആൻഡ് വർക്ക് ഡ്രസ്റ്റൺ എന്ന് കൊടുത്തു. ഇപ്പോൾ മ്യൂണിക്കിലാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ആൻഡ് വർക്ക് മ്യൂണിക് അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം. സോ അങ്ങനെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയിട്ട് അങ്ങനെ സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാ ഹെൽപ്പും നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ ഓഫറിംഗ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചാൽ മതി. അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് അപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. സോ അവർ അവരുടെ സ്റ്റുഡൻറ്റ് ഡോമിൻ്റെ ഒരു മെയിൽ അഡ്രസ്സോ അല്ലെങ്കിൽ വല്ല ലിങ്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യും. സോ ഒന്ന് നിങ്ങളത് ചോദിച്ചു നോക്കുക. സ്റ്റുഡൻറ്റ് ഡോം കിട്ടണമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പ്രൈവറ്റ് ആയിട്ട് സ്റ്റുഡൻറ്റ് ഡോം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, സ്റ്റുഡൻറ്റ് ഡോം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ പ്രൈവറ്റ് ഡോം അപ്ലൈ ചെയ്യണം. സോ പ്രൈവറ്റ് ഡോം എന്ന് പറയുന്നത് വേഗിയ ഗെസൂട്ട്, ക്ലൈൻ ആൻഡ് സൈഗൻ, ഇങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട് ഇവിടെ. സോ അങ്ങനെ ആപ്പ് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പാർട്ട്മെൻറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. സോ ചിലവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ബുക്ക് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് പോയിട്ടൊന്ന് കാണാൻ പറ്റത്തില്ല അപ്പാർട്ട്മെൻറ്റ്. സോ നിങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് പോയിട്ട് കാണാനൊന്നും പറ്റത്തില്ല. ചിലവർ പറ്റിക്കാതെ നിൽക്കുന്നുണ്ടാകാം. സോ എപ്പോഴും നിങ്ങൾ വേഗിയ ഗെസൂട്ട്, ക്ലൈൻ ആൻഡ് സൈഗൻ അതുപോലെയുള്ളൊരു പ്രൈവറ്റ് മെസ്സേജ് അയച്ച് നോക്കാം. ഫോട്ടോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാൻ പറയണം, റൂമിൻ്റെ എല്ലാനും. പിന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് മെസ്സേജ് ത്രൂ ഒക്കെ ആയിട്ട് മെയിൽ ത്രൂ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരുപാട് സ്കാമും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ അബദ്ധങ്ങളിലോട്ടൊന്നും പോകാണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് സേഫ് ആയിട്ടുള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റ് ഡോം തന്നെയാണ്. പക്ഷേ സ്റ്റുഡൻറ്റ് ഡോം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേഗിയ ഗെസൂട്ട്, ക്ലൈൻ ആൻഡ് സൈഗൻ ഇതുപോലെയുള്ള അപ്പാർട്ട്മെൻറ്റ് ത്രൂവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഞാൻ ഇവിടെ എൻ്റെ വീഡിയോ അങ്ങ് ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി വിസ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ടൈം ആകുമ്പോൾ അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വരാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നെ പ്രിപ്പയർ ചെയ്തോട്ടോ. ഫസ്റ്റ് തന്നെ എല്ലാവരും നിങ്ങളുടെ ഓഫറിംഗ് ലെറ്റർ അക്സെപ്റ്റ് ചെയ്യുക, പിന്നെ ബ്ലോക്ക്ഡ് എമൗണ്ട് സെറ്റ് ചെയ്യുക, വിസക്കുള്ള ഡോക്യുമെൻറ്റ്സ് ചെക്ക് ലിസ്റ്റിന് എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടോ എന്ന് നോക്കുക. സോ അതിനനുസരിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്യുക. നിങ്ങൾക്ക് ഇനി ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ബൈ.